Resonance nuclear reactions. Possibility of depth profiling. Resonance are found to occur in certain nuclear reactions at selected incident projectile energies. At these energies, there occur a large enhancement in the reaction cross-section. As per the compound nucleus model of nuclear reactions, the resonance energies correspond to excitation energies, that is, the energies of the various levels in the compound nucleus. The width of the resonance peak reflects the energy width gamma of the particular level in the compound nucleus and hence to the lifetime tau of the level through the relation tau equal to h by 2 pi gamma. അതായത് വേരിയസ് ടൈപ്പ് ന്യൂക്ലിയർ റിയാക്ഷൻസ് ഉണ്ട്. ചില പർട്ടിക്കുലർ ചില സെലക്റ്റഡ് ഇൻസിഡൻ്റ് എനർജി ഓഫ് ദി പ്രൊജക്റ്റൈൽ, അതായത് ചില പ്രൊജക്റ്റൈലിൻ്റെ ചില പർട്ടിക്കുലർ എനർജീസിൽ റെസൊണൻസ് നടക്കാം. അറ്റ് ദീസ് എനർജീസ് റിയാക്ഷൻ ക്രോസ് സെക്ഷനിൽ ഇൻക്രീസ് ഉണ്ടാകും, അഥവാ റിയാക്ഷൻ കൂടുതൽ നടക്കും. ആസ് പെർ ദ കോമ്പൗണ്ട് ന്യൂക്ലിയസ് മോഡൽ, അതായത് കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന ന്യൂക്ലിയർ റിയാക്ഷൻസിൽ റെസൊണൻസ് എനർജി എന്ന് പറയുന്നത് എക്സൈറ്റേഷൻ എനർജീസ് ആണ്. അതായത് ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസിലെ വേരിയസ് ലെവൽസാണ്, വേരിയസ് ലെവൽസിനെയാണ് റെസൊണൻസ് പറയുന്നത്. The width of the resonance peak reflects the energy width. അതായത് റെസൊണൻസ് എനർജീൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഗാമ ആണെങ്കിൽ ആ പർട്ടിക്കുലർ ലെവലിൻ്റെ ലൈഫ് ടൈം ടോ എന്ന് പറയുന്നത് നമുക്ക് അൺസർട്ടനിറ്റി റിലേഷനിൽ കിട്ടും. ടോ ഈക്വൽ ടു h by 2 pi ഗാമ. Many samples may have a distinct distribution of specific elements which varies with the depth below the surface. The determination of concentration profile as function of the distance below the top surface is called depth profiling. The figure illustrates the principle of depth profiling. Here is the incident particle with the energy E, which is above the resonance energy E0. B is the outgoing particle. We can assume the sample to be divided into a number of thin layers parallel to the surface, each of thickness delta x. It would be nice if we can have a device whereby the number of outgoing particles in a nuclear reaction depends on the number of nuclei within one such layer at a specific depth below the surface. Resonance reactions offer one such possibility. Consider a projectile with അതായത് വേരിയസ് സാമ്പിളിൽ നമ്മൾ ചില എലമെൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സാമ്പിളിൽ പലതരത്തിലായിരിക്കും. അതിൻ്റെ സർഫസിലും അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് സർഫസിന് ഉള്ളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, കോൺസെൻട്രേഷനിലെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ വ്യത്യാസം നമുക്ക് കാണുന്നതിനാണ് ഡെപ്ത് പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. അതായത് റെസൊണൻസ് ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ഒരു റെസൊണൻസ് ന്യൂക്ലിയർ റിയാക്ഷൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരാൻ ഡെപ്ത് പ്രൊഫൈലിംഗ്. റെസൊണൻസ് നടന്നിട്ട് ഔട്ട് ഗോയിങ് പുറത്തേക്ക് പോകുന്നതാണ് നമുക്ക് കിട്ടുന്ന ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔട്ട് ഗോയിങ് പാർട്ടിക്കിളിനനുസരിച്ചിട്ട് നമുക്ക് ആ ലെയറിൽ എത്രത്തോളം ടാർഗറ്റ് ന്യൂക്ലിയർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും ആ ലെയർ സർഫസിൽ നിന്ന് എത്ര ഡെപ്തിലാണുള്ളതെന്ന് നമുക്ക് ഈ NRA ന്യൂക്ലിയർ റിയാക്ഷൻ റെസൊണൻസ് ന്യൂക്ലിയർ റിയാക്ഷൻ
Hence, in this case, no particle will be detected from the top layer of the sample. ടോപ്പ് ലെയറിന്ന് ഒരു സാമ്പിളിൻ്റെ ടോപ്പ് ലെയറിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ നമുക്ക് ഔട്ട് ഗോയിങ് ആയിട്ട് കിട്ടൂല. ആസ് ദ പ്രൊജക്റ്റൈൽ റിവേഴ്സ് ഇൻ ടു ദി സാമ്പിൾ its energy decreases via interaction with the atoms of the sample according to the relation E dash equal to E minus dE by dx into delta x, dE by dx being stopping power of the medium for the projectiles of energy E. അതായത് ഈ എനർജിയിലെ പാർട്ടിക്കിൾ സാമ്പിളിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആ സാമ്പിളിലൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ എനർജി കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ ഡെപ്ത് എത്തുമ്പോൾ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് റെസൊണൻസ് എനർജിക്ക് മാച്ച് ആവും. അപ്പോൾ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് ഔട്ട് ഗോയിങ് പാർട്ടിക്കിൾ കിട്ടുന്നത്. അതായത് ഈ ഡി ബൈ ഡി എക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പിംഗ് പവർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് ആ എനർജിയിലുണ്ടാകുന്ന ഡിക്രീസിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അറ്റ് എ പർട്ടിക്കുലർ ലെയർ അറ്റ് ഡെപ്ത് എക്സ് ബിലോ ദ സർഫസ് ഇ ഡാഷ് ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഇൻ്റഗ്രൽ 0 to x ഡി ബൈ ഡി എക്സ് ഡി ഇ ബിക്കംസ് ഈക്വൽ ടു ദ റെസൊണൻസ് എനർജി. അതായത് ഒരു പർട്ടിക്കുലർ ഡെപ്ത് എത്തുമ്പോൾ അതെന്താവും, റെസൊണൻസ് എനർജിക്ക് ഈക്വൽ ആവും. ദർ വിൽ ബി ലാർജ് ഫ്ലക്സ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ടിക്കിൾസ് ഡിറ്റക്റ്റഡ് ഇൻ ദ ഡിറ്റക്റ്റഡ്. അതായത് റിയാക്ഷൻ ക്രോസ് സെക്ഷൻ ആയിരിക്കും. അതായത് റിയാക്ഷൻ നന്നായിട്ട് നടക്കും. ഔട്ട് ഗോയിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് കിട്ടും. ദ നമ്പർ ഓഫ് ദ ഡിറ്റക്റ്റഡ് പാർട്ടിക്കിൾസ് വിൽ നൗ ബി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ വിത്തിൻ ദ ലെയർ അറ്റ് ഡെപ്ത് എക്സ്. ഈ എത്രത്തോളം പാർട്ടിക്കിൾ നമുക്ക് ഔട്ട് ഗോയിങ് ആയി കിട്ടുന്നുണ്ട് അത് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഡെപ്തിലുള്ള ലെയറിലെ ന്യൂക്ലിയറിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടായിരിക്കും. ഹെൻസ് ഇഫ് വി സ്റ്റാർട്ട് വിത്ത് ആൻ എനർജി ഈക്വൽ ടു ദ റെസൊണൻസ് എനർജി ആൻഡ് ഗോ ഓൺ ഇൻക്രീസിങ് ദ എനർജി സക്സസീവ്ലി വി വിൽ ഗെറ്റ് ഔട്ട്പുട്ട്സ് വിച്ച് ആർ പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഇൻ ദ ലെയേഴ്സ് വിച്ച് ആർ സക്സസീവ്ലി ബിലോ ദി സർഫസ് അറ്റ് ഇൻട്രസ്റ്റിംഗ് ഡെപ്ത്സ്. ഇൻ എഫക്റ്റ് വി ഗെറ്റ് ദ കോൺസെൻട്രേഷൻ പ്രൊഫൈൽ. അതായത് റെസൊണൻസ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എനർജിയിൽ നമ്മൾ തുടങ്ങുന്നത്. എന്നിട്ട് എനർജി കൂട്ടി വരുന്നതിനനുസരിച്ച് നമുക്ക് ഈ അതിൻ്റെ ഡെപ്തും റെസൊണൻസ് നടക്കുന്ന ഡെപ്തും മാറി വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ പ്രൊഫൈലായിരിക്കും. ആൻ എക്സാമ്പിൾ ഇസ് ദ കേസ് ഓഫ് ഇമ്പ്യൂരിറ്റി സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ്. ഇമ്പ്യൂരിറ്റി ഡിസ്ട്രിബ്യൂഷൻ വിൽ വാരി ആസ് വൺ ഗോസ് ഇൻസൈഡ് ദ മെറ്റീരിയൽ. അതായത് ഇമ്പ്യൂരിറ്റീൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് സർഫസ് എന്നതിനനുസരിച്ച് വ്യത്യാസമായിരിക്കും. ടിപ്പിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആർ ഗിവൺ ഡെപ്ത്. ഇത് കോൺസെൻട്രേഷൻ പ്രൊഫൈൽസ് ഓഫ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് വിത്തിൻ സെമി കണ്ടക്ടർ. Specific nuclear reactions suitable for NRA. There are several factors which are to be considered in choosing a nuclear reaction for the analysis of one particular element. Some of the most important ones. NRAൻ്റെ മെയിൻ ഇത് തന്നെ അനാലിസിസ് ഓഫ് എലമെൻറ്റ്സ് ആണ്. അതായത് എലമെൻറ്റ്സ് അനാലിസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിന് ന്യൂക്ലിയർ റിയാക്ഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പം ഒരു പർട്ടിക്കുലർ ന്യൂക്ലിയർ റിയാക്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കാൻ കുറേ ഫാക്ടേഴ്സ് നോക്കണം. അത് ഇമ്പോർട്ടൻ്റ് വൺസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് ന്യൂക്ലിയർ റിയാക്ഷൻസ് ക്രോസ് സെക്ഷൻ മാഗ്നിറ്റ്യൂഡ്. ദ ചൂസൺ റിയാക്ഷൻ ഷുഡ് ഹാവ് എ റീസണബിളി ലാർജ് ക്രോസ് സെക്ഷൻ സോ ദാറ്റ് എ റീസണബിൾ ആക്യുറസി ക്യാൻ ബി ഒബ്റ്റൈൻഡ് വിത്തിൻ എ ഷോർട്ട് ടൈം. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. റിയാക്ഷൻ ക്യൂ വാല്യൂസിനെ നോക്കണം. എക്സിസ്റ്റൻസ് ഓഫ് റെസൊണൻസ് പർട്ടിക്കുലർലി വെൻ ഡെപ്ത് പ്രൊഫൈലിംഗ് ഈസ് റിക്വയർഡ്. ഡെപ്ത് പ്രൊഫൈലിംഗ് നടത്തണമെങ്കിൽ അവിടെ റെസൊണൻസ് നടക്കേണ്ട ചാൻസ് എല്ലാം നോക്കണം. ന്യൂക്ലിയർ ലെവൽ സ്ട്രക്ചർ ഓഫ് ദി ഐസോടോപ്സ്. 5 സ്പെസിഫിസിറ്റി ഓഫ് ദി റിയാക്ഷൻ. ഇഫ് ദ റിയാക്ഷൻ ഈസ് സ്പെസിഫിക് ടു പർട്ടിക്കുലർ ഐസോടോപ്പ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ ഐഡൻറ്റിഫിക്കേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഐസോടോപ്പ്. ചില റിയാക്ഷൻ എന്ന് പറയുന്നത് ഐസോടോപ്പിക് സ്പെസിഫിക് ആയിരിക്കും. അങ്ങനത്തെ ഐസോടോപ്പിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ദ ഐസോടോപ്പിക് അബണ്ടൻസ് ഇൻ ദ സാമ്പിൾ. ആ ഒരു സാമ്പിളിൽ ഐസോടോപ്പിൻ്റെ അബണ്ടൻസ് കാണാൻ വേണ്ടി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി അബണ്ടൻസ് എത്രയുണ്ടെന്നതിനെ കുറിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ ആക്സിലറേറ്റർ ബീയിങ് യൂസ്ഡ് ടു പ്രൊവൈഡ് ദ പ്രൊജക്റ്റൈൽസ് എക്സെട്ര. നമ്മൾ പ്രൊജക്റ്റൈലിന് എനർജി കൊടുക്കാൻ നമ്മൾ ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നത്. ആക്സിലറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ആക്സിലറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒരു ഫാക്ടറാണ്. ന്യൂക്ലിയർ എനർജി ലെവൽ ഡാറ്റ ഫോർ ന്യൂക്ലിയൈ ഓഫ് ഇൻട്രസ്റ്റ് ഹാവ് ബീൻ പബ്ലിഷ്ഡ് ബൈ വേരിയസ് ഓതേഴ്സ് ലൈക്ക്
Some useful nuclear reactions for specific elements are given below. Hydrogen. Hydrogen has three isotopes H1, H2, H3 of which H3 is unstable. അതായത് പ്രോട്ടോൺ, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ട്രിഷ്യം അൺസ്റ്റേബിൾ ആണ്. ദ ഫസ്റ്റ് ടു ക്യാൻ യൂസ്ഡ് ഫോർ ഹൈഡ്രജൻ ഡിറ്റർമിനേഷൻ ഇൻ എ സാമ്പിൾ. ഒരു സാമ്പിളിൽ പ്രോട്ടിയത്തിൻ്റെയും ഡ്യൂട്ടീരിയത്തിൻ്റെയും ഇത് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോളോയിങ് കുറേ റിയാക്ഷൻസ് ഉപയോഗിക്കാം. PP ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. The kinematic relations show that the two outgoing protons will be at 90 degree to each other. Hence, the coincidence estimate using two silicon detectors will provide qualitative and quantitative estimate of hydrogen. It is evident that the process is specific to hydrogen. Sensitivities down to 1 ppm can be achieved by this method. അതായത് 1 ppm സർഫസിന് 1 ppm ഡിസ്റ്റൻസ് വരെ നമുക്ക് അതിൻ്റെ ഡെപ്ത് പ്രൊഫൈലിംഗ് നടത്താം. രണ്ടാമത്തത് BH1 B11 ആൽഫ BE8. ദിസ് റെസൊണൻസ് റിയാക്ഷൻ. ഇവിടെ H എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ്, ഇത് H1 എന്ന് പറയുന്ന ടാർഗറ്റ്, B11 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതെല്ലാം അയൺ ചാർജ്ഡ് അയൺ പാർട്ടിക്കിൾസ് ആണ്. B11 ആണ് ഇവിടെ ഇൻസിഡൻറ്റ് പ്രൊജക്റ്റൈൽ. ആൽഫ എന്ന് പറയുന്ന ഔട്ട് ഗോയിങ് പാർട്ടിക്കിൾ. ഇതെന്ന് പറയുന്നത് റെസിഡ്യുവൽ ന്യൂക്ലിയസ് ആണ്, ബെറിലിയം. ദിസ് റെസൊണൻസ് റിയാക്ഷൻ നടക്കുന്നത് E0 ഇതിൻ്റെ റെസൊണൻസ് എനർജി എന്ന് പറയുന്നത് 1.79 MeV ഈസ് യൂസ്ഫുൾ ഫോർ മെഷറിംഗ് ദ കോൺസെൻട്രേഷൻ പ്രൊഫൈൽ ഓഫ് ഹൈഡ്രജൻ ഇംപ്ലാന്റഡ് ഇൻ ടു സേ സിലിക്കൺ. A resolution of 400 angstrom over a depth of 4000 angstrom can be achieved. Protons in the energy range 1.6 to 2.3 MeV are used. C എന്ന് പറയുന്നത് ഇതിന് മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് H2 ട്രിഷ്യം ന്യൂട്രോൺ helium 4. This reaction has a high Q value 17.59 MeV. The outgoing alpha particles have large energy and can be easily differentiated from those from other reactions. There is a strong peak in the cross section at 0.107 MeV with a peak cross section of 5 millibarn. The resonance corresponds to level in helium 5 at excitation energy of 16.76 MeV. ഫോർത്ത് റിയാക്ഷൻ എന്ന് പറയുന്നത് hydrogen 2 helium 3 proton helium 4. This reaction also has a high Q value of 18.36 MeV. Hence, even for small bombarding energy, the outgoing particles have large kinetic energies. ഈ റിയാക്ഷൻ അല്ല ഹൈഡ്രജൻ്റെ അനാലിസിസിൻ്റെ ഡിറ്റർമിനേഷന് സാമ്പിളിലെ ഹൈഡ്രജൻ്റെ ഡിറ്റർമിനേഷന് ഈ റിയാക്ഷൻസ് എല്ലാം യൂസ് ചെയ്യുക. ഹീലിയം. ദ ടു ഐസോട്ടോപ്സ് ഓഫ് ഹീലിയം 3യും ഹീലിയം 4ും ഹാവ് നോ low lying excited states. The alpha particle is inherently tightly bounded system. അതായത് ആൽഫ പാർട്ടിക്കിൾ ടൈറ്റ്ലി ബൗണ്ടഡ് സിസ്റ്റം ആണ്. എ ലാർജ് എനർജി ഈസ് റിക്വയർഡ് ടു ബ്രേക്ക് ഇറ്റ്. ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമുണ്ട്. ആസ് സച്ച് ദർ ആർ നോ സൂട്ടബിൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഫോർ ഹീലിയം ഡിറ്റർമിനേഷൻ. Hence, elastic scattering is ideal for this purpose. അതായത് ലാർജ് എനർജി കൊണ്ട് തന്നെ അതിന് പറ്റിയൊരു ന്യൂക്ലിയർ റിയാക്ഷൻ ഇല്ല എക്സെപ്റ്റ് ഇലാസ്റ്റിക് സ്കാറ്ററിങ് അല്ലാണ്ട്. ഇൻ ദിസ് കേസ് ആസ് ഫോർ PP scattering, the two outgoing alpha particles make an angle of 90 degree between them. Hence, a coincidence experiment will give information on the helium content. The proton alpha scattering also has been used for helium concentration profiles in copper foils implanted with helium ions. One nuclear reaction suitable for helium determination is helium 3 deuterium proton helium 4. The Q value is 18.352 MeV. A broad resonance occurs at 0.45 MeV. The emitted protons have energy of around 13 MeV. Density profiles of implanted helium 3 can be determined for helium
for the alpha plus T or alpha plus helium for elastic scattering can be used. അടുത്തത് lithium. Both stable isotopes of lithium are used for its quantitative estimates. Gamma rays from the slow neutron captured by lithium-6 can be conveniently used for lithium determination. Other suitable reactions using neutrons as projectile are lithium-7, deuterium proton, lithium-8, lithium-7, deuterium neutron, beryllium-8, lithium-7, deuterium alpha, helium-5, and lithium-7, deuterium gamma, beryllium-9. The last listed reactions has several resonance at 360 kilovolt, kilo electron volt, 7 kilo electron volt, 1031 kilo electron volt, 2 MeV, etc., corresponding to various states in beryllium 9. The lithium-7 alpha gamma beryllium 11 reaction has narrow resonance at 401 kilo electron volt, 819 kilo electron volt, 958 kilo electron volt. Similarly, lithium-6 deuterium alpha 4, helium 4, and lithium-7 proton alpha helium 4 reactions are also useful. For the later reaction, there is a strong resonance peaking at EP equal to 3 MeV. Lithium-7 proton gamma beryllium 8 reaction has a peak cross-section of 6 millibarn for the 0.5 MeV resonance. The gamma ray energy is 17.6 MeV. One important characteristic of beryllium-9 nucleus is the small binding energy of the neutron, namely 1.6 MeV. Many charged particle-induced reactions on this nucleus have positive reaction Q values. Beryllium-9 P gamma beryllium-10 reaction has strong resonance at EP equal to 0.33 MeV, 0.938 MeV, 0.992 MeV, 1.083 MeV, 1.29 MeV. These reactions give intense gamma rays of energy around 7 MeV and may be used as strong signature of beryllium presence within the target bombarded by the protons. A boron determination. The usual reactions used for boron detection and analysis are the following: beryllium-11 P alpha, beryllium-8 at proton energy 700 kilo electron volt. Beryllium-11 neutron alpha, lithium-7 reaction using thermal neutrons. Carbon has two stable isotopes 12 and 13. Both these isotopes are useful for analysis. Elastic scattering of protons shows no two characteristic peaks at EP equal to 0.456 and 1.7 MeV corresponding to excited levels in nitrogen 13, carbon 12, proton gamma. Nitrogen 13 also has resonance at 0.456 MeV and 1.7 MeV. An important application of this resonance reaction is for depth distribution of carbon in steel surfaces by proton irradiation at several proton energies. Carbon concentrations can be revealed up to depth of 20 micrometer with resolution of about 1 micrometer. Detection limit is about 0.1%. Carbon 12 to 13 concentration ratio also can be measured. Other suitable candidates are carbon 12 deuterium proton carbon 13. This reaction has good sensitivity 75 to 100 ppm at low deuteron bombarding energies. There is a broad resonance at 1.3 MeV. Special care has to be taken for surface contamination by hydrocarbons from a vacuum system. Carbon 12 secondary reaction carbon 12 helium 3 proton nitrogen 14, carbon 12 tritium proton carbon 14, and carbon 13 proton gamma nitrogen 14. The last reactions have several low-lying resonance corresponding to nitrogen 14 excited states. Several gamma rays are produced and can be used for quantitative measurements. Nitrogen
Proton gamma and alpha gamma reactions on nitrogen-14 show several low energy resonances. The resonance energies for the later reaction are 0.559, 1.14 and 1.395 MeV. The abundance of the heavier isotope of nitrogen N15 is only 0.37% but still can be used for nitrogen detection and estimation. Many reactions on this isotope have convenient Q values and cross sections. As example, nitrogen 15 proton alpha reaction. The alpha particles can be detected with or without gamma coincidence. The gamma energy is 4.43 MeV emitted in the decay of excited state of carbon 12 at 4.43 MeV. Nitrogen 15 alpha gamma fluorine 19 also has two sharp resonance at 0.85 MeV and 1.385 MeV. Two other common reactions for nitrogen are nitrogen 14 deuterium proton nitrogen 15 and nitrogen 14 deuterium alpha carbon 12. In general, deuteron induced reactions have large background due to neutrons and gamma rays. However, due to the large Q values for the deuterium proton reaction 8.61 MeV, the protons are well separated and hence can be easily distinguished. Oxygen. There are three isotopes with masses of 16, 17, 18. The abundance of oxygen 17 is extremely small and the presence can be neglected. Oxygen 16 has no excited states with energy less than 6 MeV, so inelastic scattering processes are not possible at low bombarding energies. Thus, proton-proton or alpha-alpha elastic scattering process can be used. Also, several deuterium-induced reactions have positive Q values. On the other hand, oxygen 18 has several low-lying excited states. Gamma in transition between the levels can be observed in several reactions at low bombarding energies. Deuterium proton, deuterium neutron, proton alpha and deuterium alpha reactions have positive Q values. The proton alpha reaction has several resonances, the most intense one being at 0.85 MeV. The narrow resonance in oxygen 18 proton alpha nitrogen 15 reaction at 1.763 MeV. Width 4 kilo electron volt. May be used for concentration profiles by exciting the resonance at specific depths below the surface by varying the proton energy. This reaction is also useful for oxygen diffused into metals, for oxygen implanted into gallium phosphide, etc. The oxygen 16 deuterium proton oxygen 17 reaction is sometimes used for oxygen estimation. However, the Q value is rather low, namely 1.917 MeV. Applications of nuclear reaction analysis. The nuclear reaction analysis technique is applied to analysis of samples in which quantitative information on the thickness or depth distribution of nucleides non-nuclear properties is sought. അതായത് NRA അനാലിസിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡെപ്ത് പ്രൊഫൈലിങ്, പിന്നെ തിക്നെസ്, പിന്നെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് അതായത് സാമ്പിൾ എങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് ന്യൂക്ലിയൈ സർഫസിൽ നിന്നും സാമ്പിളിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഐഡിയ തരാൻ വേണ്ടിയിട്ട്. തിക്നെസ് ഓഫ് ദ സർഫസ് ലെയർ ഓൺ വേരിയസ് സബ്സ്ട്രേറ്റ്സ് ക്യാൻ ബി accurately measured. Biological applications include determination of isotopic composition in biological tissue. Biological tissue isotopic composition determination. In vivo investigations on oxygen metabolism have been carried out by the NRA method. പിന്നെ മെഡിക്കലിലും ആർക്കിയോളജിക്കലിലും സാമ്പിളിൽ എലമെൻറ്റ്സ് അനാലിസിസിന് another application is depth distribution of fluorine tooth enamel by the reaction fluorine 19 proton gamma reaction. അതായത് നമ്മൾ പല്ലിലെ ഇനാമലിൻ്റെ ഡെപ്ത് പ്രൊഫൈലിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം NRA അനാലിസിസ് ഉപയോഗിക്കും.